എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെയാണ് മങ്കി പോക്സിനെ പറ്റിയിട്ട്, അതായത് ഇന്ത്യയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മങ്കി പോക്സ് സസ്പെക്ട് ചെയ്യുന്ന ഒരാളെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ആ ഐസൊലേറ്റ് ചെയ്ത വ്യക്തിക്ക് എംപോക്സ് അഥവാ മങ്കി പോക്സ് രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഇപ്പോ ആദ്യമായിട്ടല്ല എംപോക്സ് വരുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക. ഇത് കുറെ മുമ്പേ ഇന്ത്യയിൽ ഇതുവരെ 30 രോഗികളോളം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലത്തിനുള്ളിൽ 30 രോഗികളോളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ടല്ല. പലർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ട്, ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ കാണുന്നത്. അങ്ങനെയല്ല, ഇന്ത്യയിൽ ഇതിനു മുമ്പും മങ്കി പോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് ഇപ്പോ ആഫ്രിക്കയിൽ പടർന്നു പിടിക്കുന്ന മങ്കി പോക്സ് രോഗത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇപ്പൊ ആദ്യത്തെ കേസാണ്. അത്രയേ ഉള്ളൂ. അതായത് 2024 വേണമെങ്കിൽ ആദ്യത്തെ കേസാണ് എന്ന് പറയാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആഫ്രിക്കയിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മങ്കി പോക്സ് എന്ന് പറയുന്നത് ക്ലെയ്ഡ് 1B എന്ന് പറയുന്ന ഒരു പുതിയ ജനിതക വേരിയേഷൻ വന്ന വൈറസ് ആണ്. ആ വൈറസിന് പടർന്നു പിടിക്കാനുള്ള കഴിവ് ലേശം കൂടുതലാണ്, അതിന്റെ സിവിയറിറ്റിയും ലേശം കൂടുതലാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പുതിയ വകഭേദമല്ല, അതായത് ക്ലെയ്ഡ് 1B അല്ല. ഇത് പഴയ വകഭേദമായിട്ടുള്ള ക്ലെയ്ഡ് 2 ആണെന്നാണ് പറയുന്നത്. അതായത് 2022 ഇതിനു മുമ്പേ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എംപോക്സിന്റെ അതേ ഗണത്തിലുള്ള വൈറസാണ്. ഇപ്പോൾ പുതുതായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന ക്ലെയ്ഡ് 1B വൈറസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും സിവിയറിറ്റിയും ഒക്കെ കുറഞ്ഞ വൈറസാണ്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. കാര്യം അത്രത്തോളം പേടിക്കാനൊന്നുമില്ല. അതർവൈസ് ഓൾസോ ഇപ്പൊ നമ്മൾ എംപോക്സിനെ പറ്റി പറയുമ്പോൾ, ഞാൻ ഇതിന് മുമ്പത്തെ ടോക്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കോവിഡ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത്ര പേടിക്കേണ്ട ഒരു രോഗമല്ല. കാരണം ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ആ രോഗിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ അടുത്ത് ഇടപഴകുന്ന ആളുകൾക്കാണ് ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത. പക്ഷെ കോവിഡ് ഒന്നും അങ്ങനെയല്ല അല്ലെ. ഇപ്പൊ കോവിഡ് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്താൽ, ഒരുമിച്ച് ഒരു ബസ്സിൽ പോയി കഴിഞ്ഞാൽ, ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്നാൽ ഒക്കെ, കാരണം നമ്മൾ ചുമക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു ഡ്രോപ്ലെറ്റ്സിലൂടെയും അല്ലെങ്കിൽ റെസ്പിറേറ്ററി സെക്രീഷൻസിലൂടെയും ഒക്കെ വായുവിലൂടെ ഒക്കെ പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോവിഡിന്. പക്ഷേ എംപോക്സ് അങ്ങനെയല്ല. ഇങ്ങനെയും പകരാം, പക്ഷെ ആ സാധ്യത വളരെ കുറവാണ്. വളരെ അടുത്ത് ഇടപെടുന്ന ആളുകളിലേക്കാണ് ഇത് പകരുന്നത്. അതെങ്ങനെയാണ് അധികവും പകരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് കൈകളിലും കാലുകളിലും ഒക്കെ പൊള്ളങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ചിക്കൻ പോക്സ് പോലെയൊക്കെ പൊള്ളങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പൊള്ളങ്ങളിന്റെ ഉള്ളിൽ ഒരു തരം ഈ വൈറസ് നിറഞ്ഞ ദ്രാവകം, ഒരു ലിക്വിഡ് ഉണ്ടായിരിക്കും ആ കുമിളകളുടെ ഉള്ളില്. പലപ്പോഴും ആ ലിക്വിഡിലൂടെയാണ്, നമ്മൾ അങ്ങനെയുള്ള ആളുകളുടെ ചർമ്മവുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് വന്നാലാണ് പലപ്പോഴും ഇത് പകരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത് ഇടപഴകുന്ന ആളുകളിലേക്കാണ് ഇത് പകരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോവിഡിനെ പോലെ അത്രത്തോളം പെട്ടെന്ന് പകർന്നു പിടിക്കുന്ന ഒരു സംഭവമല്ല. അപ്പൊ അതുകൊണ്ട് ഈ രോഗികളെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് രോഗത്തിന്റെ വ്യാപനം തടയാൻ സാധിക്കും. ഇപ്പോ ഈ ഐസൊലേറ്റ് ചെയ്ത് സ്ഥിരീകരിച്ചിരിക്കുന്ന രോഗിയുടെ കൂടെ യാത്ര ചെയ്ത ആളുകളെയൊക്കെ നോക്കിയിട്ടുണ്ട്. അവർക്ക് ആർക്കും ഈ രോഗം പടർന്നിട്ടില്ല. അപ്പോ ഇപ്പോ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇന്നത്തെ ഇതുവരെയുള്ള ന്യൂസ് അനുസരിച്ചിട്ട് ആർക്കും രോഗം പടർന്നിട്ടില്ല, കൂടെ യാത്ര ചെയ്തവർക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എംപോക്സ് കോവിഡ് പോലെ അങ്ങനെ അങ്ങ് പടർന്നു പിടിക്കുന്ന ഒരു രോഗമല്ല. പിന്നെ എങ്ങനെയാണ്, പലർക്കും സംശയം, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാൻ സാധിക്കുക? നോക്കൂ, ഇത് ഒന്നാമത്തെ കാര്യം, പുറം രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും, ഇപ്പൊ യൂറോപ്പിലേക്കൊക്കെ ഇത് എത്തിയിട്ടുണ്ട്. അപ്പൊ പുറം രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് വന്ന ഒരു ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമ്മൾ വളരെ അങ്ങനെ വന്ന ആളുകളിൽ കാണുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെ. കാരണം ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത ആളുകൾക്കാണ് ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ആളിൽ ഇത്തരത്തിൽ പനിയും അതുപോലെ തന്നെ ദേഹം വേദനയും മേലുവേദനയും പേശിവേദനയും ഛർദിയും കൂടെ തന്നെ ഇത്തരത്തിലുള്ള കുമിളകൾ, ദേഹത്ത് പൊന്തി വരുന്ന കുമിളകൾ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എംപോക്സ് രോഗം സംശയിക്കണം. അങ്ങനെയുള്ള ആളുകൾ ഡെഫിനറ്റ്ലി മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. അവരെ ഐസൊലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഇപ്പൊ ഈ കുമിളകള്, പനിയും കുമിളകളും ഒക്കെ നമുക്ക് വേറെ അസുഖങ്ങളിലും കാണാറില്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ ചിക്കൻ പോക്സ് ഇതേ പറഞ്ഞ പോലെ തന്നെ പനിയും ദേഹം വേദനയും മേലുവേദനയും ക്ഷീണവും കുമിളകളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ ചിക്കൻ പോക്സും എംപോക്സും തമ്മിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, അതായത് നമുക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ വസൂരി, ഈ പറയുന്ന എംപോക്സ്, ഇതെല്ലാം
ഒരേ ഗണത്തിൽപ്പെട്ട, അതായത് ഓർത്തോപോക്സ് വൈറസസ് എന്ന് പറയുന്ന ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സിമിലാരിറ്റി ഉള്ള വൈറസുകളാണ്. ഡിഫറെന്റ് ആണ്, പക്ഷെ എങ്കിൽ പോലും ഒരമ്മ പെറ്റ മക്കൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗണത്തിൽപ്പെടുന്ന വൈറസുകളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷണങ്ങളും കുറെയൊക്കെ ഒരേപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പനിയും ദേഹത്തുണ്ടാവുന്ന കുമിളകളും ഒക്കെ എല്ലാ തരത്തിലും ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കിതിനെ എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചാൽ, വസൂരിപ്പ് എന്തായാലും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ്, അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കിപ്പോ മനസ്സിലാവേണ്ടത് എങ്ങനെയാണ് ഇതിനെ ഒരു ചിക്കൻ പോക്സിൽ നിന്ന് മാറ്റാൻ, അല്ലെങ്കിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ. നോക്കൂ, എം പോക്സില് ഈ കുമിളകൾ വരുന്നത് ആദ്യം ഒരു റെഡ് കളറിൽ ഒരു റാഷ് പോലെ വരും, തടിച്ചു പൊന്തി വരും, പിന്നെ അതൊരു കുമിളയായിട്ട് മാറും, വെള്ളം നിറഞ്ഞ ഒരു കുമിളയായിട്ട് മാറും. കുറച്ച് കഴിയുമ്പോൾ ആ കുമിള പൊട്ടിപ്പോയി അത് ഉറഞ്ഞ ഒരു ക്രസ്റ്റിംഗ് പോലെ വന്ന് അത് കൊഴിഞ്ഞു പോകും. ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ചിക്കൻ പോക്സിനും ഏകദേശം അതുപോലെ തന്നെയാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇത് കാണുന്ന ദേഹത്തിന്റെ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ ചിക്കൻ പോക്സിലും എം പോക്സിലും കുറച്ച് വ്യത്യാസമുണ്ട്. എം പോക്സിൽ ടിപ്പിക്കലി ഇത് കാണുന്നത് കൈകളുടെ ഉള്ളിൽ, അതായത് പാംസ് ആൻഡ് സോൾസ് എന്ന് പറയും, കൈവെള്ളയ്ക്കുള്ളിലും കാൽപാദങ്ങൾക്കുള്ളിലും ശരിക്കും ഇത് കാണാൻ പറ്റും. നിങ്ങൾ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടവർക്ക് അറിയാം, കയ്യിൽ പുറത്തും ഉള്ളിലൊക്കെ ആയിട്ട് നിറച്ച് കുമിളകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ മുഖത്ത്, വായയ്ക്കുള്ളില്, സാധാരണ ചിക്കൻ പോക്സ് അത്രയ്ക്കൊന്നും വായയ്ക്കുള്ളിലും തൊണ്ടയിലൊന്നും വരാറില്ല. എന്നാൽ എം പോക്സില് നമ്മുടെ മുഖത്തും കൈവെള്ളയിലും കാൽവെള്ളയിലും വായയിലും തൊണ്ടയിലും പിന്നെ പ്രൈവറ്റ് പാർട്ടില്, സ്വകാര്യ ഭാഗങ്ങളില് ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് കാണുന്നുണ്ട്. ഏതില്? എം പോക്സിൽ. എന്നാൽ ചിക്കൻ പോക്സിൽ നമുക്ക് സാധാരണ ഒരു ട്രങ്കൽ ഇൻവോൾവ്മെന്റ് ആണ് കാണുക. അതായത് നെഞ്ചിലും പുറം ഭാഗങ്ങളിലും ഈ ഒരു ഭാഗത്തായിട്ടാണ് കൂടുതലായിട്ട് ചിക്കൻ പോക്സിൽ കാണാറുള്ളത്. എന്നാൽ എം പോക്സിൽ ഞാൻ പറഞ്ഞ പോലെ കൈവെള്ളകളിലും കാൽവെള്ളയിലും മുഖത്തും വായിലും തൊണ്ടയിലും സ്വകാര്യ ഭാഗങ്ങളിലും ഇത് വളരെ ഇത്തരത്തിലുള്ള കുമിളകൾ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് ഇതിനെ ഒരു വേർതിരിക്കാനുള്ള ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം. പിന്നെ ബാക്കി പനി, ദേഹം വേദന, മേലുവേദന, ക്ഷീണം, ഇതൊക്കെ എല്ലാ വൈറൽ അസുഖങ്ങളിലും ഒരുപോലെയാണ്. ഇതിനെ നമുക്ക് വേർതിരിക്കാനുള്ള ബുദ്ധിമുട്ട് കുറച്ചുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ കുമിളകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുറം രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള വ്യക്തികളിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരിക്കലും അത് ചിക്കൻ പോക്സ് ആവുമെന്ന് വിചാരിച്ച് വെച്ചിരിക്കരുത്. ഒരു അടുത്തുള്ള ആരോഗ്യ സംവിധാനത്തിലേക്ക് പോവുക, കൂടുതൽ ടെസ്റ്റിങ്ങിന് വിധേയരാവുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിന്റെ മരണശതമാനം, ഇതിന്റെ പടരുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ, അടുത്ത് ഇടപഴകുന്ന ആളുകളിൽ, പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിലൂടെ ഇത് വേഗം പടരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് സ്വകാര്യ ഭാഗങ്ങളിൽ ഇതിന്റെ ലീഷൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിലൂടെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക്, ഇപ്പോ ആഫ്രിക്കയിലൊക്കെ ഇത് പടർന്നു പിടിച്ചത് പ്രധാനമായിട്ടും ലൈംഗിക ബന്ധത്തിലൂടെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പോ ഈ പറയുന്ന കൈവെള്ളയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെയുള്ള ലീഷൻസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഹസ്തദാനം ചെയ്യുകയാണ്, നമ്മളൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്, നമ്മൾ കെട്ടിപ്പിടിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ക്ലോസ് കോൺടാക്റ്റിലൂടെ, അപ്പൊ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകൾ തമ്മിൽ വളരെ ക്ലോസ് കോൺടാക്ട് ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഫിസിക്കൽ ക്ലോസ് കോൺടാക്റ്റിലൂടെ ഇതുണ്ടാവാം. പിന്നെ എങ്ങനെ ഉണ്ടാവുക? ഇവരുപയോഗിച്ച സംഗതികൾ, ഇപ്പൊ ഇവരുപയോഗിച്ച തോർത്തുമുണ്ട്, അല്ലെങ്കിൽ ഇവരുപയോഗിച്ച ഉപയോഗിച്ച എന്ത് സാധനം ആയിക്കോട്ടെ, അവരത് കൈകാര്യം ചെയ്യുമ്പോൾ ഈ കുമിളകൾ ചിലപ്പോൾ പൊട്ടിയിട്ട് അതിന്റെ ലിക്വിഡൊക്കെ അതിലാവാനുള്ള സാധ്യതയുണ്ട്. അതേ സംഗതികൾ തന്നെ, പ്രത്യേകിച്ചിട്ട് തുണികളൊക്കെ വേറൊരാൾ ഷെയർ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഇത് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഗർഭസ്ഥ ആയ അമ്മയിൽ നിന്ന് ആ അമ്മയ്ക്ക് എംപോക്സ് ഉണ്ടെങ്കിൽ കുട്ടിയിലേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നത്. സോ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ മാക്സിമം ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്ററി അറിയാത്ത ആളുകളുമായിട്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഹസ്തദാനം, ഷെയ്ക്ക് ഒക്കെ ഒന്ന് ഒഴിവാക്കുക, കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഫിസിക്കൽ ഒരു ക്ലോസ്നെസ് ഉണ്ടാവാതെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആരോഗ്യ സംവിധാനവുമായിട്ട് ബന്ധപ്പെടുക. ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ്. പിന്നെ ഇപ്പോ ഒരു സമൂഹത്തിൽ താമസിക്കുമ്പോൾ കോവിഡ് നമ്മളെ പഠിപ്പിച്ച കുറച്ച് പാഠങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഹാൻഡ് സാനിറ്റൈസറിന്റെ ഉപയോഗം, കൈകളുടെ ശുചിത്വം, കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകൽ, വൃത്തിയായിട്ട് നമ്മൾ ഡെയിലി നമ്മളെ ശുചിത്വം, കുളിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കോവിഡ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ ഇതിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ നോക്കുന്നത്, ഹാൻഡ് ഹൈജീൻ ഒക്കെ നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എംപോക്സിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് ആശങ്കയുടെ ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒരൊറ്റ കേസ് മാത്രമാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതും തന്നെ ഇപ്പോൾ ആഫ്രിക്കയിൽ പടർന്നു പിടിക്കുന്ന ക്ലേഡ് 1B എന്ന് പറയുന്ന കുറച്ച് ജനിതകമാറ്റം പറ്റിയ കൂടുതൽ പടർന്നു പിടിക്കാനുള്ള കഴിവുള്ള ആ വൈറസ് അല്ല, പഴയ വൈറസാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭയപ്പെടേണ്ട കാര്യം ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇത്രയുമാണ് എംപോക്സിനെ പറ്റി നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എംപോക്സിനെ പറ്റിയിട്ട്? ഉണ്ടെങ്കിൽ
രോഗലക്ഷണങ്ങൾ എങ്ങനെ സ്വാഭാവികം ഞാനിപ്പോൾ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. രോഗലക്ഷണങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടിട്ടും ഇതിന്റെ ഈ കുമിളകളാണ് ഇതിന്റെ വളരെ ടിപ്പിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൈവെള്ളയുടെ ഉള്ളിൽ, കാൽവെള്ളയുടെ ഉള്ളിൽ, വായയ്ക്കുള്ളില്, തൊണ്ടയില്, മുഖത്ത്, പ്രൈവറ്റ് പാർട്ട്, സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചുമന്ന് തടിച്ച പാടുകൾ പിന്നീട് വെള്ളം നിറഞ്ഞ കുമിളകളായിട്ട് മാറുന്നു. ആ കുമിളകൾ പൊട്ടുന്നു. അതിന്റെ ഉള്ളിലെ ഈ വെള്ളത്തിൽ ധാരാളം വൈറസുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നാണ് മാക്സിമം നമുക്ക് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് ഇത് പകരാനുള്ള സാധ്യത ഉള്ളത് കേട്ടോ. ഇത് വന്നാൽ മാറും, വന്നാൽ മാറും. ഇതിന്റെ മരണശതമാനം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നമ്മൾ വസൂരിയൊക്കെ ആണെങ്കിൽ 30 മുതൽ 40% വരെയൊക്കെ മരണമാണ്. അതായത് ഏകദേശം പകുതി വന്നു കഴിഞ്ഞാൽ ഒരു 50-50 ചാൻസ് എന്നൊക്കെ പറയാം വസൂരി. ഇപ്പൊ വസൂരിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് നിർമ്മാർജ്ജനം ചെയ്തൊരു അസുഖമാണ്. പക്ഷെ ഞാൻ ഒരു താരതമ്യത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇതിന്റെ മരണശതമാനം എന്ന് പറയുന്നത് ഒരു 3% ഒക്കെ ഉള്ളൂ. 3%. അപ്പോൾ ഇത് വലിയൊരു ഡ്രെഡഡ് ഡിസീസ് അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു വലിയ അസുഖമൊന്നുമല്ല. 3%, അതായത് 100 പേരിൽ വന്നാൽ 3 ആളുകൾക്ക് വരെ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് 3% പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളിലാണ് മരണം കൂടുതലായിട്ട് സംഭവിക്കാൻ. ഈ ഹൈ റിസ്ക് എന്ന് പറയുന്നത് കുട്ടികൾ, അതായത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾ, മുതിർന്ന ആളുകൾ, ഒരു 60 വയസ്സിനൊക്കെ മീതെ നമുക്കറിയാലോ, അവർക്കും രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. ഗർഭിണികൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോ എന്തെങ്കിലും ക്യാൻസർ രോഗികൾ, ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന, കീമോതെറാപ്പി, റേഡിയേഷൻ ഒക്കെ എടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ, ക്രോണിക് ആയിട്ടുള്ള ലിവർ ഡിസീസ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഓൾറെഡി തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഓൾറെഡി ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ള ആളുകളിൽ ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി മൂർച്ഛിക്കാനും മരണശതമാനം കൂടാനുള്ള സാധ്യതയുണ്ട്. ജനറൽ പബ്ലിക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 3% വരെയാണ് മാക്സിമം ഇതിന്റെ ഒരു തീവ്രത അല്ലെങ്കിൽ മരണശതമാനം പറയുന്നത്. പ്രതിരോധ കുത്തിവയ്പ് ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ അത് അവൈലബിൾ ആണോ എന്നുള്ളത് ആക്ച്വലി എനിക്കൊന്ന് സെർച്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. പ്രതിരോധ കുത്തിവയ്പ് അവൈലബിൾ ആണ് മങ്കി പോക്സിന്, അത് വളരെയധികം ഇഫക്റ്റീവുമാണ്. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഒന്നും ആവശ്യമില്ല. കാര്യം കോവിഡ് പോലെ ഇത് പടർന്നു പിടിച്ചിട്ടില്ല. ഒരൊറ്റ കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രതിരോധ കുത്തിവയ്പ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. കാരണം ഇപ്പോ ലോകാരോഗ്യ സംഘടന ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചപ്പോൾ ഇതിനൊരു ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലറേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ അതൊരു എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പടർന്നു പിടിക്കുന്ന സിറ്റുവേഷനോ ഒരു അലാമിംഗ് സിറ്റുവേഷനോ ഒന്നും ഇല്ല കേട്ടോ. മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകമായിട്ട് ഇന്ന മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ഇല്ല. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ ചിക്കൻ പോക്സ് ഒക്കെ വന്ന ചിക്കൻ പോക്സിന് അസൈക്ലോവിർ എന്ന് പറയുന്ന മരുന്നൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ എംപോക്സിനായിട്ട് ഇന്ന മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ ഇല്ല. സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ധാരാളം മതിയാവും. ഞാൻ പറഞ്ഞല്ലോ 97-98% കേസുകളിലും ഒരു കുഴപ്പവും ഇല്ലാതെ, ഒരു സ്കാറിങ്ങും ഇല്ലാതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുന്ന ഒരു ഡിസീസാണ്. വിദേശത്ത് നിന്ന് വരുന്നവരടുത്ത് ക്ലോസ് കോൺടാക്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിദേശം എന്ന് പറഞ്ഞത് എല്ലാ വിദേശവും അല്ല. ഇത് പടർന്നു പിടിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ അവർ സ്വയം തന്നെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്താൽ മതി, എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരോടും ഡിസ്റ്റൻസ് വെക്കുക എന്നുള്ളതല്ല, അതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. വിദേശം എന്ന് പറഞ്ഞാൽ എത്ര രാജ്യങ്ങളുണ്ട്. ഇത് മങ്കി പോക്സ് പടർന്ന് പിടിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് മാത്രം ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. സിംറ്റംസ് എല്ലാം ഞാൻ സ്വീത പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു 3-4 തവണ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടു തുടങ്ങിയവരെ ആദ്യം മുതലൊന്ന് കാണാൻ ശ്രമിക്കൂ ടോക്ക് കേട്ടോ. വേറെന്തൊക്കെയാണ്? അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. കഴിഞ്ഞ ടോക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യയില്. ഇപ്പൊ അത് സ്ഥിരീകരിച്ച വിവരം ഇന്നലെ രാത്രിയാണ് പുറത്തു വന്നത്. അപ്പൊ പിന്നെയും കുറെ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ ആളുകൾക്ക് ഒരു ടെൻഷൻ കൂടുതലായി എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഇതേ ടോപ്പിക് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. സോ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ ഇത്രയേ ഉള്ളൂ മങ്കി പോക്സിനെ പറ്റി പറയാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഓണം വിഷസ് പറയുന്നു. മാക്സിമം പേരിലേക്ക് ഇത് കാണുന്ന ആളുകൾ മങ്കി പോക്സിനെ പറ്റിയിട്ടുള്ള ഈ പുതിയ വിവരങ്ങളെ ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.